ന്യൂസ് ക്ലിക്ക് കേസിൽ ഡൽഹി പോലീസിന് തിരിച്ചടി. UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുർകായസ്തയുടെ അറസ്റ്റും റിമാൻഡും സുപ്രീം കോടതി അസാധുവാക്കി. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ കോടതി പുർകായസ്തയെ വിട്ടയക്കാനും ഉത്തരവിട്ടു. ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന് ചൈനീസ് ഫണ്ട് സ്വീകരിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ ഒക്ടോബർ 3-നാണ് കസ്റ്റഡിയിലെടുത്തത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ നല്ല ദിനമെന്ന് ന്യൂസ് ക്ലിക്ക് പ്രതികരിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി. തൗഫീഖ്, ഇന്നത്തെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ. അജിംസ്, റിമാൻഡ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് റിമാൻഡിന്റെ അപേക്ഷ പ്രബീർ പുർകായസ്തയ്ക്കോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ നൽകിയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ്. ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ ഉണ്ടായതായിട്ട് കൂടി കോടതി നിരീക്ഷിക്കുകയുണ്ടായി. പ്രധാനമായും ഒരു UAPA കേസിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് വീഴ്ചയുണ്ടായി. അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഇത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് അതിന്റെ അപേക്ഷയുടെ പകർപ്പ് അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇപ്പോൾ വിട്ടയക്കാനായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം ഇതിൽ സ്വീകരിച്ച നടപടികളിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രബീറിനെ കോടതി ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കാനായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെയും അതോടൊപ്പം തന്നെ CBIയുടെയും NIAയുടെ EDയുടെയും ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു ഡൽഹി പോലീസ് UAPA ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിയമപോരാട്ടം നടക്കുകയും കേസ് ഇന്നത്തേക്ക് വിധി പറയാനായിട്ട് കോടതി മാറ്റിവെക്കുകയുമായിരുന്നു. ഈ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ വിചാരണ കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ എന്ന് സോളിസിറ്റർ ജനറൽ കോടതിയോട് ചോദിച്ചിരുന്നു. എന്നാൽ അത്തരം വിഷയങ്ങളിലേക്ക് കോടതി ഇപ്പോൾ കടക്കുന്നില്ല. പകരം ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടി ഇപ്പോൾ സോളിസിറ്റർ ജനറലിനെ സുപ്രീം കോടതി നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 3-ന് ഡൽഹി പോലീസാണ് പ്രബീറിനെ അറസ്റ്റ് ചെയ്തത്. ചൈനീസ് കമ്പനിയിൽ നിന്നും ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്താനായി പണം സ്വീകരിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം ഉയർത്തിക്കൊണ്ടായിരുന്നു ന്യൂസ് ക്ലിക്കിനെതിരെ ഇത്തരമൊരു നടപടി അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. 50-ലധികം ന്യൂസ് ക്ലിക്കിന്റെ മാധ്യമപ്രവർത്തകരുടെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിയതിനു ശേഷമായിരുന്നു ഇതിന്റെ സ്ഥാപകനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. HR മാനേജറെ കൂടി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കുകയും വിട്ടയക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രബീറിനെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ മെറിറ്റുകളിലേക്കൊന്നും കോടതി കടന്നിരുന്നില്ല. പകരം ഈ സ്വീകരിച്ച ഡൽഹി പോലീസ് റിമാൻഡിന്റെ പകർപ്പ്, ഇതിന്റെ അപേക്ഷയുടെ പകർപ്പ് നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യം എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കാനായിട്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കോടതി ഉത്തരവിനെ ന്യൂസ് ക്ലിക്ക് ഇപ്പോൾ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ നല്ലൊരു ദിനമായിട്ടാണ് ന്യൂസ് ക്ലിക്ക് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്.